ആരോഗ്യ സംവിധാനത്തെ ചോദ്യം ചെയ്ത് വീണ്ടും സർക്കാർ ഡോക്ടർ. മരണാനന്തര അവയവദാന പദ്ധതിയായ കേസോട്ടോയ്ക്കെതിരാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസ് രംഗത്തെത്തിയത്. പദ്ധതി പൂർണ്ണ പരാജയം എന്ന ഫേസ്ബുക്ക് കുറിപ്പിലാണ് പ്രതികരണം. MG പ്രതീഷ് വിവരങ്ങൾ ചേരുന്നു. പ്രതീഷ്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച ഇതേ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അത് വലിച്ച എന്താണ് അത് മറ്റേ അന്ന് ഡോക്ടർ ഹാരിസ് ഹസൻ വേട്ട നടക്കുന്ന കാലമാണ്. അന്ന് ഡിലീറ്റ് ചെയ്ത അതേ ഡോക്ടർ തന്നെയാണോ ഇത്? ഹാഷ്മി, അതേ ഡോക്ടർ തന്നെയാണ്, ഡോക്ടർ മോഹൻദാസ്. കേസോട്ടോ ED ജോലി ചെയ്യുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഇതുവരെ കടാവർ ട്രാൻസ്പ്ലാന്റ് നടന്നിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ കേസോട്ടോ വേണു സാർ വൃക്കമാറ്റുവെക്കൽ ശസ്ത്രക്രിയ വിദഗ്ധൻ, മരണാനന്തര അവയവദാന ശസ്ത്രക്രിയയിലൂടെ ഒരുപാട് പേർക്ക് പുതിയ ജീവിതം നൽകിയ വ്യക്തി. രാംദാസ് സാർ, വേണു സാർ എന്നിവരാണ് കേരളത്തിലെ മൃതസഞ്ജീവനിയെ വിജയമാക്കി തീർത്തത്. രാംദാസ് സാറിന് മരണശേഷം മൃതസഞ്ജീവനി സമ്പൂർണ്ണ പരാജയമായി. 2017 ശേഷം മരണാനന്തര അവയവദാനം വിരലെണ്ണാവുന്ന മാത്രമേ നടക്കുന്നുള്ളൂ. കേസോട്ടോ ജോലി ചെയ്യുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇതുവരെ കടാവർ ട്രാൻസ്പ്ലാന്റ് നടന്നിട്ടില്ല. കേസോട്ടോ എന്ന് പറയുന്ന ഒരു അഴിമതി സ്ഥാപനമാണ് എന്ന തരത്തിലൊക്കെയുള്ള വിമർശനങ്ങൾ നേരത്തെ ഈ ഡോക്ടർ കമന്റിന്റെ ഭാഗത്തൊക്കെ നടത്തിയിരുന്നു. അപ്പോഴായിരുന്നു ആ സമയത്താണ് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട്, ഡോക്ടർ ഹാരിസ് ഹസൻ ഒരു പരസ്യ വിമർശനം നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കള്ളനാക്കുന്ന ഉടായ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. അപ്പോൾ അതിൽ ഭയന്ന് ആണെന്നാണ് കരുതിയത്. ഈ ഡോക്ടർ മോഹൻദാസ് അന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റും ആ കമൻ്റൊക്കെ അദ്ദേഹം ഡിലീറ്റ് ചെയ്തിരുന്നു. വീണ്ടും കുറച്ചുകൂടി ശക്തമായ ഭാഷയിൽ ഡോക്ടർ മോഹൻദാസ് ആവർത്തിക്കുന്നു. MG പ്രതീഷ് തുടരുന്നു. പ്രതീഷ്, ഡോക്ടർ മോഹൻദാസിന്റെ ആരോപണം എന്താണ്? ഹാഷ്മി, പ്രധാനമായും കേസോട്ടോയ്ക്കെതിരെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ മോഹൻദാസ് ഇപ്പോൾ തുറന്നു പറയുന്നത്. ഈ അവയവദാനത്തിനായി രൂപീകരിച്ച കേസോട്ടോ പൂർണ്ണ പരാജയം എന്നതാണ് നെഫ്രോളജി വിഭാഗം മേധാവിയുടെ തുറന്നു പറച്ചിൽ. 2017 ശേഷം മരണാനന്തര അവയവദാനം വിരലിൽ എണ്ണാവുന്നത് മാത്രമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് എന്നതാണ് അദ്ദേഹം പറയുന്ന കാര്യം. ഈ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തന്നെ മുൻ വകുപ്പ് മേധാവി ഡോക്ടർ വേണുഗോപാലിന്റെ മരണവാർത്ത ഫേസ്ബുക്കിൽ പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. നേരത്തെ മൃതസഞ്ജീവനി രൂപീകരിക്കുന്ന ഘട്ടത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആദ്യമായി മരണാനന്തര അവയവദാനത്തിലൂടെ വൃക്ക മാറ്റിവെച്ച ഡോക്ടറാണ് ഡോക്ടർ വേണുഗോപാൽ. ഒപ്പം അത്തരത്തിലുള്ള ഡോക്ടർ രാംദാസ്, ഇവരുടെ രണ്ട് പേരുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിലവിലെ ഒരു പ്രശ്നം അല്ലെങ്കിൽ നിലവിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധി അല്ലെങ്കിൽ നിലവിൽ കേസോട്ടോ ഒരു തരത്തിലും പ്രവർത്തിക്കുന്നില്ല, അത് പൂർണ്ണ പരാജയമായി മാറിയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. മുൻപൊക്കെ തന്നെ വലിയ രീതിയിൽ അവയവദാനം സംസ്ഥാനത്ത് നടന്നിരുന്നു. ഒരുപാട് ആളുകൾക്ക് അവയവദാന പ്രക്രിയയിലൂടെ പുതുജീവൻ ലഭിക്കുകയും ചെയ്തു. പക്ഷേ നിലവിൽ കേസോട്ടോ രൂപീകരിച്ചതിന് ശേഷം പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനമേറ്റതിന് പിന്നാലെ ഈ കേസോട്ടോയിൽ ഒരു തരത്തിലും അവയവദാനങ്ങൾ നടക്കുന്നില്ല എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഡോക്ടർ മോഹൻദാസിന്റെ പരാതി അതായിരുന്നു. നേരത്തെ അതേ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ്, അന്നത് പിൻവലിച്ചതാണ്. പിന്നീട് വീണ്ടും കുറച്ചുകൂടി വ്യക്തമായ ഭാഷയിൽ, അന്ന് അത്രയും പക്ഷേ വ്യക്തമായിരുന്നില്ല, കുറച്ചുകൂടി വ്യക്തമായ ഭാഷയിൽ കേസോട്ടോയ്ക്കെതിരെ ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ വിയോജിപ്പ് അതിർത്തി തുറന്നു പറയുകയാണ് ഡോക്ടർ ഹാരിസ് ഹസന് പിന്നാലെ.